إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹധരണയായ വിശ്വാസിനി സഹോദരങ്ങൾ, നാം എവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് എല്ലായ്പ്പോഴും എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങളും വർഷിച്ച് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ഇനി അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ എല്ലാം അവങ്കിലേക്ക് തന്നെ മടക്കുവാൻ കെൽപ്പുള്ളവനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും നിർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമൽ, എനിക്കൊരു അമൽ പഠിപ്പിച്ചു തരൂ. ഇദാ ഫഅൽതുഹു, ഞാനത് ചെയ്യുകയാണ് എങ്കിൽ അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്, ആളുകളും എന്നെ ഇഷ്ടപ്പെടണം, മനുഷ്യരും എന്നെ ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ഹദ് ഫി ദുനിയ, നീ ദുനിയാവിൽ സുഹൃത്തുള്ളവനാവുക. യുഹിബ്ബക അല്ലാഹ്, അല്ലാഹു നിന്നെ സ്നേഹിക്കും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ആളുകളുടെ കയ്യിലുള്ള കാര്യത്തെ തൊട്ട് നീ വിരക്തനാവുക, സുഹൃത്തുള്ളവനാവുക. യുഹിബ്ബക അന്നാസ്, ആളുകളും നിന്നെ സ്നേഹിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിലെ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ഒരു വിഷയം ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സുഹൃത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിരക്തി എന്നാണ്. ആസക്തി എന്ന പദത്തിന്റെ വിപരീതമാണ് വിരക്തി. മനുഷ്യരായ നമ്മളെല്ലാവരും നമ്മളുടെ സൃഷ്ടിപ്പിലെ തന്നെ ആസക്തിയുള്ളവരാണ് പലതിനോടും, പ്രത്യേകിച്ച് പൊതുവിലും ദുനിയാവിനോടും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ട് എങ്കിൽ പോലും മറ്റൊന്നിനു വേണ്ടി അവൻ കൊതിച്ചുകൊണ്ടിരിക്കും. അവന്റെ വയറു നിറയ്ക്കാൻ മണ്ണിനല്ലാതെ സാധിക്കുകയില്ല. അവന്റെ ആഗ്രഹങ്ങൾ തീർക്കുവാൻ മരണത്തിനല്ലാതെ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ സുഹൃത്ത് എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ ഏതു രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നുവെങ്കിൽ കാഫിറുകൾക്ക് ഒരു തുള്ളി വെള്ളം പോലും അല്ലാഹു കൊടുക്കുകയില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാഫിറുകൾ അല്ലാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്
എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കാതെ നിഷേധികളായിക്കൊണ്ട് ഈ ഭൂമിയിൽ കന്നുകാലികളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികൃതരായിക്കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ അവർക്ക് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും അർഹിക്കുന്നില്ല. എന്നിട്ടും അവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് ഈ ദുനിയാവിന് അത്ര പോലും വില, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു കാണാത്തത് കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രചോദിപ്പിച്ചുകൊണ്ട് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതി വൽ അർദ്. നിങ്ങൾ ധൃതിപ്പെടുക, സ്വഹാബ വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടുക. ഇതേത് സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് നമുക്കറിയാം. പലതവണ നമ്മൾ ഈ സംഭവം കേട്ടിട്ടുണ്ട്. ഒരു യുദ്ധത്തിന്റെ വേളയിൽ സ്വഹാബാക്കൾ ഒന്ന് തളർന്നുപോയി, അവരത് ഇരിപ്പായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും. നിങ്ങൾ എന്താണ് ധൃതിപ്പെടാത്തത്? നിങ്ങൾ ധൃതിപ്പെടൂ. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം, അതാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. വജന്നത്തിൻ, സ്വർഗ്ഗവും, അർദുഹാ അസ്സമാവാതു വൽ അർദ്, 7 ആകാശങ്ങളും ഭൂമിയും വിശാലമായതാണ് അതിന്റെ വിസ്താരം. അത്രയും വിസ്തൃതമായ സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചതായി നമുക്കറിയാം, യാ റസൂലല്ലാഹ്, അർദുഹാ അസ്സമാവാതു വൽ അർദ്, 7 ആകാശവും ഭൂമിയും വിശാലമായ സ്വർഗമോ റസൂലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, 7 ആകാശവും ഭൂമിയും വിശാലമായ സ്വർഗം. ഉടനെ തന്നെ ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്ന ആ സ്വഹാബി പറയുന്നതായി നമ്മൾ കാണുന്നു. എന്താണ്? ഈ ഈന്തപ്പഴം കഴിക്കാൻ എടുക്കുന്ന സമയം പോലും എനിക്കിനി പാഴാക്കി കളയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിച്ചെറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോരാടി ഷഹീദാവുകയാണ്. അവിടെ ആ സ്വഹാബിക്ക് വളരെ കൃത്യമായി മനസ്സിലായിരുന്നു, 7 ആകാശവും ഭൂമിയും വിശാലമായ സ്വർഗം എന്ന് പറയുന്നത് മുഴുവൻ വിശ്വാസികൾക്കുമുള്ള സ്വർഗത്തെ പറ്റിയിട്ടല്ല, ഓരോരുത്തർക്കും ലഭിക്കാനുള്ള സ്വർഗത്തെ പറ്റിയിട്ടാണ് എന്നാണ്. അതിന്റെ തഫ്സീറുകളിലും ആ ആയത്തിന്റെ തഫ്സീറുകളിലും മറ്റും നമ്മൾ നോക്കിയാൽ അത്ര വിശാലമായ സ്വർഗം ഒരാൾക്കാണ് സഹോദരങ്ങളെ, ഓരോരുത്തർക്കും സ്വർഗത്തിൽ പോകുന്ന ഓരോരുത്തർക്കും അത്ര വിശാലമായ സ്വർഗം അവരെ കാത്തിരിക്കുന്നു. അത്ര വിശാലമായ ഈ സ്വർഗത്തിൽ എന്തെല്ലാമാണുള്ളത് എന്ന് നമുക്കറിയില്ല. മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും വിഭാവനം ചെയ്തിട്ടില്ലാത്ത സുഖങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വിശാലമായ സുഖ സൗകര്യങ്ങൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ദുനിയാവിൽ സുഖമില്ലാതിരിക്കുക? ദുനിയാവിൽ സുഖം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക്. ദുനിയാവ് ഒന്നുമായി തോന്നില്ല അയാൾക്ക്. ദുനിയാവിൽ വിരക്തനായി തീരുക എന്നല്ലാത്ത ഒന്നും പിന്നെ ആ വിശ്വാസിയിൽ നിന്നുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഈ രീതിയിൽ യഥാർത്ഥ അറിവ് നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് നമ്മളുടെ ഈമാനിന് ബലമുണ്ടാകുന്നത്. ആ ഈമാൻ യഖീൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നു. ദൃഢബോധ്യം, അല്ലേ? ആഖിറത്തിൽ യുമിനൂൻ എന്ന് പറയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പ്രയോഗിച്ചു യുഖിനൂൻ. അവർക്ക് യഖീനുണ്ട്, ദൃഢമായ ബോധ്യമുണ്ട്. കേവലം വിശ്വാസം മാത്രമല്ല അത് കേവലം സങ്കല്പം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ദൃഢമായി ബോധ്യമുള്ളവരാണ് വിശ്വാസികൾ. ആ ബോധ്യം നമുക്ക് എപ്പോൾ യഖീനിലേക്ക് എത്തുന്നുവോ അപ്പോഴാണ് നമുക്ക് സുഖം ഉണ്ടാവുക. മഹാനായ ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി സയ്യിദുൽ താബിഈൻ എന്നാണ് അറിയപ്പെടുന്നത്. താബിഈങ്ങളുടെ നേതാവ് എന്നറിയപ്പെട്ട മഹാനായ ഇമാം അൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു, മാസിറു സുഹ്ദിക ഫി ദുനിയ, ഏ ഇമാം, താങ്കളുടെ വല്ലാത്ത സുഹൃത്താണല്ലോ താങ്കൾക്ക്. ഈ ദുനിയാവ് താങ്കളെ ബാധിക്കുന്നതേയില്ല. ഈ ദുനിയാവിൽ താങ്കൾക്ക് വല്ലാത്ത വിരക്തി അനുഭവപ്പെടുന്നു. എങ്ങനെയാണിത്? താങ്കളുടെ ഇതിന്റെ രഹസ്യം എന്താണ്? ഒരു ആൾ ചോദിക്കുകയാണ്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ് 4 കാര്യങ്ങൾ. അലിംതു ബിഅന്ന റിസ്കി ലൻ യഅഖുദ് ഗൈരി ഫത്മഅന്ന ഖൽബി ലഹു. ഒന്നാമതായി എനിക്ക് ഞാൻ മനസ്സിലാക്കി, എന്റെ റിസ്ക്, എന്റെ ഉപജീവനം ലൻ യഅഖുദഹു ഗൈരി,
ഞാനല്ലാതെ വേറെ ആരും അതെടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എഴുതിയ റിസ്ക് അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഞാനല്ലാതെ എന്നിൽ നിന്ന് ആരും തട്ടിയെടുക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയം ശാന്തമാണ്. ഞാനിനി എങ്ങനെ തലകുത്തി നിന്നാലും, ഞാനിനി എങ്ങനെ ഓടി അണച്ചാലും, ഞാനിനി എങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും എന്റെ റിസ്ക് അത് എനിക്ക് തന്നെ ഉള്ളതാണ്. അതിനു വേണ്ടി ഞാനിനി എന്തു തന്നെ ചെയ്താലും അത് എന്നിൽ നിന്ന് ആരും കൊണ്ടുപോകില്ല. അത് ഉറപ്പാണ്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയം ശാന്തമാണ്. രണ്ടാമതായി എന്റെ അമല് അത് ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യില്ല. എന്റെ അമൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും, വേറെ ആരും ചെയ്യില്ല. ഇതൊരു അറിവാണ് സഹോദരങ്ങളെ. ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസത്തിലേക്കാണ് നമ്മളുടെ യാത്ര. അള്ളാഹുവിന്റെ വാക്ക് വളരെ കൃത്യമാണ്. നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കുക. ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനെ ഒരു കാരണവശാലും സഹായിക്കാൻ പറ്റാത്തൊരു ദിവസം. എങ്ങനെയും സഹായിക്കാൻ പറ്റില്ല. ഉമ്മയും ബാപ്പയും പോലും, മക്കളും സഹോദരങ്ങളും പോലും, ഭാര്യയും ഭർത്താക്കന്മാരും പോലും പരസ്പരം ഓടുന്ന ദിവസമാണ് നമുക്കറിയാം, അല്ലെ? ആ ദിവസത്തിലേക്കാണ് നമ്മളുടെ യാത്ര. അതുകൊണ്ട് തന്നെ അന്നത്തേക്കുള്ള അമൽ ഞാൻ തന്നെ തയ്യാറാക്കണം. അത് മറ്റാരും എനിക്ക് വേണ്ടി ചെയ്തു തരില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിൽ എന്ത് ചെയ്തു? ഞാൻ അതിൽ മുഴുകുകയാണ്. ഞാൻ അറിഞ്ഞു അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, അള്ളാഹു എന്നെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആ ഒരു പരിധിയിൽ നിന്നും എനിക്ക് രക്ഷയില്ല. അള്ളാഹു എന്നെ സദാസമയവും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവനിലേക്ക് ഒരു മഅസിയത്തുമായിട്ട് ചെല്ലുന്നത് എനിക്ക് ലജ്ജയാണ്. അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യും? അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ഞാൻ തെറ്റിൽ മുഴുകും എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നാലാമതായി എനിക്കുറപ്പുണ്ട് മരണം എന്നെ കാത്തുകൊണ്ടിരിപ്പുണ്ട്. മരണം എവിടെയോ ഇരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനായി ഞാൻ അതിലേക്ക് വേണ്ടി സാധൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാഥേയം, അതിനു വേണ്ടിയിട്ടുള്ള പാഥേയം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആ യാത്രയ്ക്ക് വേണ്ടി, അവസാനത്തെ യാത്രയ്ക്ക് വേണ്ടി. സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ 4 അറിവാണ്. ഈ 4 അറിവ് യഥാർത്ഥമായ ബോധ്യമായി നമുക്ക് എപ്പോൾ മാറുന്നു പോകും, അപ്പോൾ നമുക്ക് സുഖം ലഭിക്കും. ഇമാം പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി എന്താണ് ഇമാം പറഞ്ഞത്? എന്റെ റിസ്ക് വേറെ ആരും കൊണ്ടുപോകില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നമുക്ക് വേണ്ടി എഴുതിയ ഓരോ വറ്റും ഭക്ഷിക്കാതെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോകില്ല ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് ആവശ്യമില്ലെങ്കിലും ഭക്ഷിച്ചേ മതിയാകും. കാരണം ഇത് അല്ലാഹുവിന്റെ വിധിയാണ്. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അത് അനുഭവിച്ചേ മതിയാകും. റിസ്ക് എന്ന് പറയുമ്പോൾ കേവലം ഭക്ഷണം മാത്രമാണെന്ന് നമ്മൾ കരുതരുത്. എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങളും റിസ്കാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇർസുഖ്നി ഹുബ്ബ ആയിഷ. എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇർസുഖ്നി ഹുബ്ബ ആയിഷ. അല്ലാഹുവേ, ആയിഷയോടുള്ള സ്നേഹം നീ എനിക്ക് റിസ്കായിട്ട് തരണമേ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണ്. സ്വന്തം ഭാര്യയോട് ഭാര്യയെ സ്നേഹിക്കാനുള്ള സ്നേഹം ആരിൽ നിന്ന് കിട്ടണം? അല്ലാഹുവിൽ നിന്ന് കിട്ടണം. അള്ളാഹുവിന്റെ റിസ്കായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വളരെ വിശാലമായ ഒരു വാക്കാണ്. ഉപജീവനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഭക്ഷണ വസ്തുക്കൾ മാത്രമല്ല റിസ്ക്. എല്ലാ അനുഗ്രഹങ്ങളും റിസ്കാണ്. ആ അനുഗ്രഹങ്ങൾ ഓരോന്നും ആസ്വദിച്ച് അനുഭവിച്ചതിന് ശേഷമേ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മടങ്ങൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും റിസ്കിന്റെ കാര്യത്തിൽ ഭയം ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഇൻ ഷൈഇൻ ഇല്ലാ ഇൻദല്ലാഹി ഖസാഇനുഹു. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പ്രസ്താവിക്കുന്ന കാര്യമാണ്. ലോകത്ത് എന്തൊരു കാര്യവും തന്നെ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം ഖസാഇൻ അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. അതിന്റെ എല്ലാം ഖജനാവുകൾ അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. എന്തുണ്ടെങ്കിലും ശരി, സ്വർണമാണോ എന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അധികം ആളുകളും, ദുനിയാവിന്റെ ആളുകൾ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു.
അതിന്റെ വിലയാകട്ടെ ഏറിക്കൊണ്ടിരിക്കുന്നു. ആ സ്വർണമാണ് എങ്കിലും അതിന്റെ ഖജനാവ് അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിൽ വിലപിടിപ്പുള്ളതായി ആളുകൾ കാണുന്ന എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ഖജനാവുകൾ അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. ആ ഖജനാവിൽ നിന്നും അല്ലാഹു ഒരു കണക്കനുസരിച്ച് മാത്രമാണ് ഈ ദുനിയാവിലേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കണക്കിൽപ്പെടാത്തതൊന്നും തന്നെ നമുക്ക് കിട്ടുകയില്ല. അതിനുവേണ്ടി നമ്മൾ എത്ര തന്നെ ഓടിയാലും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ നിലപാട്. അത് മനസ്സിലാക്കുന്നതോടുകൂടി മുഅ്മിനിന്റെ മനസ്സ് ശാന്തമാവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നിനക്ക് വിധിച്ചിട്ടില്ലാത്തത് നിനക്ക് കിട്ടുകയില്ല. നിന്റെ രണ്ട് ചുണ്ടിന്റെ ഇടയിലാണ് അത് എങ്കിൽ പോലും. നമ്മുടെ രണ്ട് ചുണ്ടിന്റെ ഇടയിൽ അത് എത്തിയിട്ടുണ്ടാവും. എന്നാലും നമുക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടില്ല. നിനക്ക് വിധിച്ചതാണെങ്കിൽ രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണ് എങ്കിൽ പോലും അത് നിന്നിലേക്ക് എത്തിയിരിക്കും. ഈ ഒരു വിശ്വാസം ആണ് മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്കിന്റെ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് നമുക്കതിൽ യാതൊരു വേവലാതിയും അതിൽ യാതൊരു ആവലാതിയും റിസ്കിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. അതാണ് ഇമാം പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, നമ്മളുടെ അമൽ നമ്മൾ തന്നെ ചെയ്യണം. ആരും വരില്ല. നമ്മളുടെ ഖബറിൽ നമുക്ക് കൂട്ടായിട്ടുണ്ടാകുന്നത് ഒരു വളരെ സുന്ദരമായ ഒരു യുവാവിന്റെ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ അത് നമ്മളുടെ അടുക്കൽ വരുമെന്നാണ് ഹദീസുകളിൽ കാണാം. ഖബറിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ആശ്വാസമേകിക്കൊണ്ട്, നീ ഉറങ്ങിക്കൊള്ളൂ, സമാധാനത്തോടെ ഉറങ്ങിക്കൊള്ളൂ, നിനക്ക് വരാനുള്ളത് സന്തോഷമാണ്, ശാശ്വതമായ സുഖമാണെന്ന് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആരാരും കൂട്ടില്ലാത്ത ആ കൂരാക്കൂരിരുട്ടിൽ ആ സമയത്തൊരു നമ്മളുടെ അമലുകൾ ഈ രൂപത്തിൽ നമ്മളെ സമാധാനിപ്പിക്കും. സഹോദരങ്ങളെ, ഇത് മാത്രമേ നമുക്കുണ്ടാകൂ. ശ്രദ്ധിക്കുക, ഇത് മാത്രം. വല്ലാഹി, നമ്മളുടെ അമലുകൾ മാത്രമേ എക്കാലവും നമ്മളുടെ കൂട്ടിനുണ്ടാവൂ. മറ്റൊന്നും തന്നെ വരില്ല. നാളെ ഇതുവരെ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളോ നമ്മൾ സമ്പാദിച്ച പേരോ പ്രശസ്തിയോ പദവിയോ ഒന്നും തന്നെ നമ്മളെ സഹായിക്കാനെത്തില്ല. നമ്മളുടെ കുടുംബക്കാരുൾപ്പെടെ, നമ്മളുടെ ഏറ്റവും അടുത്ത, നമ്മളുടെ പ്രിയതമനാണെങ്കിൽ പോലും ആരാണെങ്കിലും അവർ സഹായത്തിന് എത്താത്ത സമയമുണ്ട്. അന്ന് നമ്മളുടെ അമലുകൾ മാത്രമേ ഉണ്ടാകൂ. നമ്മൾ പറഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ്, നമ്മൾ പറയുന്ന ഒരു അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന 1 രൂപയോ 10 രൂപയോ ആകട്ടെ, അത് മാത്രമേ നമുക്കുണ്ടാകൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. അപ്പോഴാണ് ആ സുഹൃത്ത്, ഈ അമല് അത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഓർമ്മയുണ്ടാകുമ്പോഴാണ് നമുക്ക് ദുനിയാവിൽ വിരക്തി ഉണ്ടാകുന്നത്. ഇന്ന് ദുനിയാവ് എല്ലാ നിലക്കുമുള്ള അലങ്കാരങ്ങളും എടുത്തണിഞ്ഞ്, അല്ലെ, സ്വഹാബാക്കൾക്കൊന്നും മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ഒരു സുഖത്തിലൂടെയാണ് ദുനിയാവിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാണ്. ഒരു വിരൽ തുമ്പിലേക്ക് ദുനിയാവ് മുഴുവനും വന്നു ചേർന്ന് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ സുഹൃത്ത് ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് തന്നെ വേണം. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ദുനിയാവ് എല്ലാ നിലക്കും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചതുപോലെ തന്നെ വഞ്ചനയുടെ ഒരു വിഭവമാണ്. നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദുനിയാവ്. ഇത് നമ്മളെ വഞ്ചിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. നമ്മളെ വഞ്ചിക്കാനുള്ള എല്ലാം ഇതിലുണ്ട്. ആ വഞ്ചനയിലൊന്നും പെടാതെ, അതിന്റെ വർണ്ണശബളിമയിൽ പെട്ടുപോകാതെ, അതിന്റെ പ്രലോഭനങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ പ്രകോപനങ്ങളിലും പെട്ടുപോകാതെ, അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഈമാനിലും തഖ്വയിലും അടിയുറപ്പിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൂടിയേ തീരൂ. അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ഈമാൻ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും കൊടുക്കുന്നതാണ് ഈ ദുനിയാവ് എല്ലാവർക്കും ലഭിക്കും. പക്ഷേ ഈമാൻ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഇത് നിർത്താതെ മരണം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇന്നമൽ അഅ്മാൽ ബിഖവാതിമിഹാ, അമലുകളുടെ പര്യവസാനം അനുസരിച്ചിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും കാര്യം നിർണയിക്കപ്പെടുക. ഇപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ഇബാദത്ത് എടുത്തു പോകുന്നുണ്ട് എന്നതിൽ നമ്മളുടെ കണ്ണ് മഞ്ഞളിക്കേണ്ടതില്ല. നമ്മൾ സ്വർഗ്ഗാവകാശികളാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് അത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അന്ത്യസമയം നമ്മളുടെ പര്യവസാനം എങ്ങനെയായിരിക്കും അല്ലാഹു അഅലം. അതിനുവേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അമലുകൾ നന്നാക്കിക്കൊണ്ടേയിരിക്കുക.
മൂന്നാമതായി വഅലിംതു അന്നല്ലാഹ മുത്തലിഉൻ അലയ്യ, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു ചിന്തയിലൂടെ അല്ലാതെ നമുക്കൊന്നും തന്നെ ഹറാമായതൊന്നും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. നമ്മൾ നോക്കൂ, ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ സംഭവം. പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഉമ്മയോട് ആ മകൾ പറയുന്നത് എന്താണ്? ഉമ്മ, ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ നമ്മളെ കാണുന്നില്ല എന്നത് നിങ്ങൾ പറയുന്നത് സത്യമാണ്. പക്ഷെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. ആ ഒരു ബോധം സഹോദരങ്ങളെ ഏതു സമയത്തും നമുക്കുണ്ടാവട്ടെ. നമ്മളുടെ രഹസ്യ ജീവിതത്തിലും നമ്മളുടെ ഏതു സമയത്തും നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ നമ്മളുടെ നഫ്സും ഇബ്ലീസും നമ്മളെ തെറ്റിക്കാൻ നോക്കുമ്പോൾ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത് നമുക്കുണ്ടാകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടിയേ തീരും. അള്ളാഹുവിനെ കുറിച്ച് എത്ര കണ്ട് നമ്മളുടെ അറിവ് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് നമ്മളുടെ തഖ്വയും ഈമാനും വർദ്ധിക്കും. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിനെ കുറിച്ച് തേടി പോവുക. നമ്മൾ ത്വലബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ തേടിപ്പോകലാണ്. അതാരും നമുക്ക് കൊണ്ടുവന്ന് തരില്ല. നമ്മൾ അന്വേഷിച്ചിറങ്ങുക, അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ, അള്ളാഹുവിനെ ഈ ദുനിയാവിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക. എന്നിട്ട് അതിനുള്ള മാർഗങ്ങൾ ആരായി നമ്മൾ തേടി ഇറങ്ങുക. സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സമയം സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ദീനിൽ ഫിഖ് നൽകും. ഫിഖ് എന്ന് പറയുന്ന ഉദ്ദേശം അവഗാഹമാണ്. കേവലം ഉപരിതലത്തിലുള്ള അറിവല്ല, അത് ആഴത്തിലുള്ള അറിവാണ്. ദീനിലുള്ള ആഴത്തിലുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും, നമുക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇൽമ നേടുക, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവരാവുക. അള്ളാഹു നമ്മളോട് എത്രമാത്രം വാത്സല്യമുള്ളവനാണ്, അള്ളാഹു നമ്മളോട് എത്രമാത്രം സ്നേഹമുള്ളവനാണ്, അള്ളാഹു നമ്മളോട് എത്രമാത്രം കാരുണ്യവും ദയയും ഔദാര്യവും ഉള്ളവനാണ്. അള്ളാഹുവിനെ എന്റെ ജീവിതത്തിലുള്ള പങ്ക് എന്താണ്, ഇതെല്ലാം നമ്മൾ അറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നമ്മളിൽ വരാതിരിക്കില്ല. അള്ളാഹു എന്നെ ഏത് രീതിയിലും എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നവനാണെന്ന് നമുക്കറിയാതിരിക്കില്ല. ആ രീതിയിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്ത് പഠിച്ച്, അള്ളാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ച് പഠിച്ച്, അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പഠിച്ച്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ലോകാവസാനത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ വലതുകൈയിൽ 7 ആകാശങ്ങളും ഒരു ഗ്രന്ഥത്തിലെ താളുകളെ പോലെ അവൻ ചുരുട്ടി പിടിക്കുമെന്ന്. സഹോദരങ്ങളെ, നമുക്കത് ആലോചിക്കാൻ സാധിക്കുന്നുണ്ടോ? അത്രമാത്രം കഴിവുള്ളവനാണ് അള്ളാഹു, അത്രമാത്രം ശക്തനും അജയ്യനും പ്രബലനുമാണ് അള്ളാഹു, അത്രമാത്രം അസീസും പ്രതാപശാലിയും ശക്തനുമാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നമുക്ക് ലജ്ജയുണ്ടാകേണ്ടതില്ലേ? അതാണ് ആ ഇമാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എങ്ങനെയാണ് എനിക്ക് തിന്മ ചെയ്യാൻ സാധിക്കും? അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നെ, ഞാൻ എങ്ങനെ തിന്മ ചെയ്യും? ഞാൻ എങ്ങനെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ കാണും? അള്ളാഹു ഹറാമാക്കിയത് കേൾക്കും, അള്ളാഹു ഹറാമാക്കിയത് ചെയ്യും, നോക്കും. എങ്ങനെ? എനിക്കത് സാധിക്കില്ല എന്നാണ് ഇമാം പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും സഹോദരങ്ങളെ. ഇതാണ് സുഹൃത്തിലേക്കുള്ള വഴി. അതുപോലെ തന്നെ അവസാനമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് മൗത്ത് എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ബോധമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. ആരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നമുക്കറിയാം എന്താണ് പറഞ്ഞത്. അക്സറുഹും ദിക്റൽ മൗത്ത്, ഏറ്റവും അധികമായി മരണത്തെ ഓർക്കുന്നവരാണ്, ഏറ്റവും അധികം അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. ദുനിയാവിൽ ഒരുപാട് സമ്പാദിച്ചവരെന്ന് പറഞ്ഞില്ല, ദുനിയാവിൽ ഒരുപാട് ബന്ധങ്ങൾ കെട്ടിപ്പടുത്തവരെന്നോ പറഞ്ഞില്ല. ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷേ ഇതിന്റെ എല്ലാം ആധാരം മരണം നമ്മളിലേക്ക് വന്നെത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? അമലുകൾ മാത്രം. ആ മരണത്തിനെ കുറിച്ച് നമ്മളുടെ യാത്ര, ദുനിയാവിൽ നിന്നുള്ള നമ്മളുടെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ രീതിയിൽ തന്നെ നമുക്ക് ആ മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മളുടെ വെള്ളിയാഴ്ചകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്, നമ്മളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ട്.
നമ്മളുടെ ആയുസ്സിൽ എത്ര വെള്ളിയാഴ്ച, എത്ര ജുമാ ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായി അള്ളാഹു എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ജുമാ കഴിഞ്ഞതിന് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ജുമാ, അടുത്തൊരു ദിവസം നമുക്കുണ്ടാകുമോ എന്ന് അള്ളാഹു ആലം. അതുകൊണ്ട് തന്നെ മരണത്തെ എപ്പോഴും ഓർത്ത് അതിനു വേണ്ടി തയ്യാറെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അസ്സുഹദ്, ദുനിയാവിലുള്ള വിരക്തി, അത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത്? യഥാർത്ഥ അറിവ് കിട്ടുമ്പോൾ. എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്? എത്ര വലിയ സുഖങ്ങളാണ്, എത്ര വിശാലമായ ഒരു ലോകമാണ്, എത്ര നമ്മളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ആസ്വാദനങ്ങളും സുഖ സൗകര്യങ്ങളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള അറിവ് നേടുമ്പോഴാണ് ഈ ദുനിയാവൊന്നുമല്ലാതായി ഒരു മുഅ്മിനിന് തോന്നുന്നത്. ആ രീതിയിൽ തന്നെ അള്ളാഹുവിനോട് നമ്മളത് ചോദിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും ഈ ദുനിയാവിൽ സുഹൃത്ത് ഉണ്ടായാൽ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ദുനിയാവെല്ലാം വിട്ടെറിഞ്ഞ്, അല്ലെ, ചില ആളുകളെ പോലെ ചില സൂഫി വര്യന്മാരെന്നെല്ലാം പറഞ്ഞ് ചില ആളുകൾ എന്ത് ചെയ്യും? കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് ചില മരച്ചോട്ടിലോ മലമുകളിലോ പോയി ഇരുന്ന് ധ്യാനിക്കുന്നതല്ല സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ, കുടുംബവും സമ്പത്തും എല്ലാം ഉണ്ടാകുമ്പോൾ തന്നെയും അതൊന്നും തന്നെ അയാളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാത്ത അവസ്ഥയാണ്. ഉലമാക്കൾ കൃത്യമായി പഠിപ്പിച്ചു. 10,000 ദീനാർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സാഹിദാകാൻ സാധിക്കുമോ എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്. 10,000 ദീനാർ. 10,000 ദീനാർ എന്ന് പറഞ്ഞാൽ 10,000 സ്വർണ്ണ നാണയം. 10,000 സ്വർണ്ണ നാണയം ഒരാളുടെ കയ്യിലുണ്ട്. എന്നിട്ട് അയാൾക്ക് സാഹിദാകാമോ? അയാൾക്ക് വിരക്തൻ ആകാൻ സാധിക്കുമോ? ഇമാം പറഞ്ഞു, ഉറപ്പായിട്ടും സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഈ 10,000-ൽ നിന്ന് ഒന്ന് കൂടുന്നത് അയാളിൽ തെല്ലും സന്തോഷം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അത് അയാളെ ബാധിക്കുന്നില്ല. ഈ 10,000-ൽ നിന്ന് ഒന്ന് പോകുന്നത് അതും അയാളെ ബാധിക്കുന്നില്ല, അത് അയാളെ ദുഃഖിപ്പിക്കുന്നുമില്ല. 10,000 ഉണ്ടോ? അതുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പക്ഷെ ആ സമ്പത്തിനെ അയാളുടെ ഹൃദയത്തിലേക്ക് അയാൾ പ്രവേശിപ്പിക്കുന്നില്ല. ഹൃദയത്തിൽ അല്ലാഹു മാത്രം, സമ്പത്ത് കയ്യിൽ. അങ്ങനെ ഒരു അവസ്ഥയാണ് സുഹൃത്ത്. എത്ര സമ്പന്നനാണെങ്കിലും അയാൾക്കും സാഹിദാകാം. ആ സമ്പത്ത് അയാളുടെ കണ്ണഞ്ചിപ്പിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ അവസ്ഥയിൽ നമുക്കും ആകാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും, മനുഷ്യരുടെ സ്നേഹവും നമുക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ ജിഹാദ് നമ്മൾ ചെയ്യുക. പ്രയത്നിച്ചേ തീരൂ, പരിശ്രമിച്ചാലേ ലഭിക്കൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, പ്രയത്നങ്ങളിൽ നമ്മൾ മുഴുകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലൽ വഫാ വത്താബിഈൻ വമൻ ബിഹുദാഹും ഇക്തഫാ. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ദുആ ചെയ്തതായി കേട്ടു. അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ. അല്ലാഹുവേ, കുറച്ചുള്ള ആളുകളിൽ എന്നെ ചേർക്കണേ, കുറച്ചുള്ള ആളുകളിൽ എന്നെ ചേർക്കണേ എന്നാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് ദുആ ആണിത്? നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി സമിഅതുല്ലാഹ യഖൂൽ, തീർച്ചയായും അല്ലാഹു പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, വഖലീലുൻ മിൻ ഇബാദി അശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ വളരെ കുറച്ച് ആളുകളെ അത്യന്തം നന്ദി കാണിക്കുന്ന ആളുകളായിട്ടുള്ളൂ. ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നവരെന്നല്ല അതിൻ്റെ അർത്ഥം, ധാരാളമായി നന്ദി കാണിക്കുന്നവരെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആ അടിമകൾ എൻ്റെ അടിയന്മാരിൽ വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ചു പേരിലാകാനാണ് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലുൻ നാസ് അഫ്ദഹു മിൻ ഉമർ, ഉമറിനേക്കാൾ അറിവുള്ളവരാണ് അധികം ആളുകൾ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. സഹോദരങ്ങളെ, ശുക്ർ അത് വലിയ വല്ലാത്ത ഒരു തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് അത് അവനെ അനുസരിക്കുന്നതിലൂടെയാണ്, അവനെ ഇബാദത്ത് അർപ്പിക്കുന്നതിലൂടെയാണ്, അവനിലേക്ക് താഴ്മയോടെ മടങ്ങുന്നതിലാണ്, അവനെ കീഴൊതുങ്ങുന്നതിലാണ്, അവനിലേക്ക് വിനയപ്പെടുന്നതിലാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ആജ്ഞകൾ ശിരസ്ഥ വഹിക്കുന്നതിലൂടെയാണ്. അതിന് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളുടെ ശുക്ർ പൂർണ്ണമാകുന്നത്. അള്ളാഹുവിന് നമ്മളുടെ ശുക്ർ കൊണ്ട് ഒരു ആവശ്യവുമില്ല. മൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും ശുക്ർ ചെയ്താൽ അവന് വേണ്ടി തന്നെ ശുക്ർ ചെയ്യും. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്,
ആരെങ്കിലും സത്യനിഷ്ഠ അല്ലെങ്കിൽ ആരെങ്കിലും നന്ദി കെട്ടവനായി തീർന്നാൽ, റോമൻ കഫറ, ആരെങ്കിലും നന്ദി കെട്ടവനായി തീർന്നാൽ ഹമീദ്, തീർച്ചയായിട്ടും അള്ളാഹു ഗനിയാണ്, അള്ളാഹു പരാശ്രയമുക്തനാണ്, അള്ളാഹുവിന് ആരുടെ ആവശ്യമില്ല, ഹമീദ് സ്തുത്യർഹനുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ അമലുകൾ ചെയ്യുക, ശുക്ർ കാണിക്കുക. ഇപ്പോൾ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു തരും നമ്മളുടെ അനുഗ്രഹങ്ങൾ. ആ ശുക്ർ കാണിക്കാനുള്ള സമയങ്ങളാണ് ഇൻഷാ അള്ളാഹ് കടന്നു വരുന്നത്. റമദാൻ മാസം നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ അതിനുണ്ടാകും. അള്ളാഹു നമുക്കെല്ലാം അതിനെ റമദാൻ മാസത്തിൽ സന്നിഹിതരാകാനും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിന്റെ ശുക്രോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് നല്ല അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മാറുവാനുമെല്ലാം നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവരുടെ കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ മനസ്സും വ്യതയും അറിയുന്ന അള്ളാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.